ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ ഒരു പെർഫ്യൂം ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. പറഞ്ഞു വന്നത് വാനില എന്ന് പറയുന്നൊരു പെർഫ്യൂം ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയാണ്. വാനില പെർഫ്യൂം ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല, നമ്മൾ കഴിക്കുന്നൊരു സ്പൈസാണ്. ഈ വാനില ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? മെക്സിക്കോ, ഇന്തോനേഷ്യ, പാപ്പ ന്യൂ ഗിനിയ, ഉഗാണ്ട തുടങ്ങി ഒരുപാട് കൺട്രീസ് വാനില പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും വാനില കൾട്ടിവേഷൻ നടത്തുന്നുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാനില കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത് മഡഗാസ്കറിലാണ്. ലോകത്തിൻ്റെ 80%. ഇന്ന് സംസാരിക്കുന്നത് വാനില അടങ്ങിയിട്ടുള്ളൊരു ഫ്രാഗ്രൻസിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് വാനിലയെ പറ്റി പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഫ്രാഗ്രൻസ് ഹൗസുകളിൽ ഒന്നാണ് YSLിൻ്റെ ബേബി കാറ്റ്. ബേബി കാറ്റിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്മോക്കി വാനിലയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് YSL ബേബി കാറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ റിഫൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാരീസ് കോർണറിനെയാണ്. പാരീസ് കോർണറിൻ്റെ റിഫാക്കത്ത് എത്രമാത്രം നല്ല രീതിയിലാണ് ബേബി കാറ്റിനെ ഈ കുപ്പിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് അറിയാമോ? വളരെ അഫോർഡബിൾ ആൾട്ടർനേറ്റീവാണ്. YSLൻ്റെ അത്ര ഈ പറഞ്ഞ പോലെ അത്ര വലിയ എക്സ്പെൻസീവ് അല്ലാതെ നല്ല രീതിയിലുള്ള സ്മോക്കി വാനില നമുക്ക് എന്താ ആറ്റമൈസർ അല്ലേ? എക്സാക്ട്ലി YSL ബേബി കാറ്റാണ്. നല്ല സ്മോക്കി വാനില, ഇൻസെൻസി, നല്ലപോലെ പിങ്ക് പെപ്പർ ഒക്കെ അടങ്ങിയിട്ടുള്ള സെഡർ വുഡ് എല്ലാം കിട്ടുന്നുണ്ട്. വണ്ടർഫുൾ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നല്ല രീതിയിൽ പാരീസ് കോർണർ ഇതിനെ ക്രാഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ അഫോർഡബിളായിട്ട് ലക്ഷറി ഫ്രാഗ്രൻസസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഓഫീസ് വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ YSL ബേബി കാറ്റ് ലവേഴ്സിന് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫ്രാഗ്രൻസാണ് പാരീസ് കോർണറിൻ്റെ റിഫാക്കത്ത്. ഇതുപോലെ നല്ല നല്ല ഫ്രാഗ്രൻസ് കണ്ടൻസിന് വേണ്ടിയിട്ട് ഡു ഫോളോ ഫോർ മോർ. സീ യു നെക്സ്റ്റ് വീഡിയോ.